दिल डोले हैं क्या बोले हैं दोनों में टक्कर है. നമ്മുടെയൊക്കെ ഇഷ്ടതാരങ്ങളായ മമ്മൂക്ക, ലാലേട്ടൻ, ഷാജിപ്പാപ്പൻ കുറച്ച് ഗൗരവത്തിലാണ്. നമ്മളെയൊക്കെ ഒരുപാട് ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്ത മാമുക്കോയ, നല്ല പിടക്കുന്ന സ്രാവുമായി ഇതാ രമണൻ, ആവേശത്തോടു കൂടി കൈകൊട്ടി തുള്ളിച്ചാടി വരുന്ന വിദ്യാർത്ഥികളും അധ്യാപകരും, അങ്ങ് ദുബായിൽ നിന്ന് ഒട്ടകങ്ങൾ, ഒന്നല്ല രണ്ടെണ്ണം ഒട്ടകങ്ങൾ മാത്രമല്ല, ദുബായിയുടെ വിഭവമായിട്ടുള്ള ലുക്കിയുമാത്ത് ഇതാ ലൈവായിട്ട് കുട്ടികൾക്ക് വേണ്ടി ഇങ്ങനെ റെഡി ആവണു. ഇങ്ങനെ ഏറെ ആവേശത്തോടു കൂടി ഒരു നാട് മൊത്തം ഒരുങ്ങിയത് എന്തിനാന്നറിയോ, എവിടെന്നറിയോ? മലപ്പുറം ജില്ലയിലെ കുറ്റൂർ നോർത്ത് MHM LP സ്കൂളിലേക്കുള്ള നവാഗതരെ സ്വാഗതം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ പിഞ്ചോമനകളും പൂർവ്വ വിദ്യാർത്ഥികളും അധ്യാപകരും നാട്ടുകാരും എല്ലാവരും വളരെ സജീവമായിട്ട് ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. തൊട്ട് പിന്നാലെ നമ്മുടെ ഒട്ടകം വരുന്നു, ഷാജിപ്പാപ്പനും ടീമും വരുന്നു. അങ്ങനെ മൊത്തത്തിൽ മലപ്പുറം ജില്ലയിലെ കുറ്റൂർ ഇന്നൊരു ഉത്സവ പ്രതീതിയാണ് സുഹൃത്തുക്കളെ ഉള്ളത്. എല്ലാവരും വളരെ ആവേശത്തോടു കൂടി സന്തോഷത്തോടു കൂടിയാണ് ഈ ഒരു സ്വീകരണത്തിന് ഒരുങ്ങിയിട്ടുള്ളത്. പ്രിയമുള്ളവരെ, വീണ്ടും ഒരു പ്രവേശനോത്സവ കാലം പിറന്നിരിക്കുകയാണ്. നമുക്കറിയാം, ഒരു മഞ്ഞുതുള്ളിയിൽ നീലാകാശവും ഒരു കുഞ്ഞുപൂവിൽ വസന്തവും വിരിയുന്ന ഒരു കാലം വീണ്ടും സംജാതമായി. കേരളത്തിലെ ഏറ്റവും വലിയ പ്രൈമറി സ്കൂളായ MHM LP സ്കൂൾ കുറ്റൂർ നോർത്ത് പൊതുവിദ്യാഭ്യാസത്തിന്റെ ഭൂമികയിൽ വീണ്ടും മുൻനിരയിലേക്ക് എത്തപ്പെട്ട മനോഹരമായ ഒരു സന്തോഷത്തിന്റെ നിമിഷത്തിലൂടെയാണ് ഈ വിദ്യാലയം കടന്നു പോകുന്നത്. ഉജ്ജ്വലമായ ശബ്ദത്തോടെ, അതിനേക്കാളേറെ പ്രശോഭിതമായ ഒരു പകലിൽ ഈ വിദ്യാലയം ഇതിന്റെ പ്രവേശനോത്സവം ആഘോഷിക്കുമ്പോൾ കേരളത്തിലെ അങ്ങോളം ഇങ്ങോളമുള്ള പൊതുവിദ്യാഭ്യാസ ചരിത്രത്തിന് ഒരു പുതിയ അധ്യായം തുന്നിച്ചേർക്കുകയാണ്. നമുക്കറിയാം, ഓർമ്മകൾ പെയ്തിറങ്ങുമ്പോൾ മറവിയുടെ മേൽക്കൂരയാണ് ചോർന്നൊലിക്കുന്നത്. 100 വർഷത്തിലേറെ പഴക്കമുള്ള ഈ വിദ്യാലയം അതിന്റെ ഓർമ്മകൾ പങ്കുവെക്കുമ്പോൾ കാലത്തിനൊത്ത് മാറ്റങ്ങൾ ഉൾക്കൊണ്ട് കേരളത്തിന് തന്നെ, അതുമല്ല ലോകത്തിന് തന്നെ ഒരു മാതൃകയായ ഒരു പ്രൈമറി വിദ്യാലയമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാ ക്ലാസ്സുകളും മനോഹരമായി ചിത്രീകരിച്ച് ആധുനിക വിദ്യാഭ്യാസത്തിൽ നടന്നു വരുന്ന ഒരു പൗരനെ പൂർണ്ണതോതിൽ അവന്റെ വളർച്ച പൂർത്തിയാക്കി നല്ല ഒരു അധ്യായം സൃഷ്ടിക്കുവാൻ ഈ മലയാളം വെമ്പുകയാണ്. നമുക്കറിയാം, ഇതുവരെ കോരിച്ചൊരിയുന്ന മഴയായതുകൊണ്ട് നമ്മുടെ ഈ അവാലവൃദ്ധം കുറ്റൂരിലെ ജനങ്ങളും എന്നോട് പറഞ്ഞൊരു കാര്യം, മഴയില്ലെങ്കിൽ മാഷെ നമുക്ക് തകർക്കണം, അടിച്ചു പൊളിക്കണം, അടിപൊളി പരിപാടിയാക്കണം എന്നുള്ള രീതിയിൽ തന്നെയാണ് അവർ സംസാരിച്ചത്. അത്രയും ആവേശകരമായി ഈ നാട്ടുകാരിത് നെഞ്ചേറ്റിയിട്ടുണ്ട്. ഈ പ്രവേശനോത്സവം നമ്മൾ എല്ലാ വർഷവും നമ്മൾ ഓരോ വെറൈറ്റിയാണ്, വിഭിന്നങ്ങളായ വ്യത്യസ്തങ്ങളായ പരിപാടികളാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് ശക്തമായ ഒരു PTA, ശക്തമായ മാനേജ്മെന്റ് സംവിധാനം, എല്ലാം നാട്ടുകാരുടെ അകമഴിഞ്ഞ സഹായ സഹകരണങ്ങളെല്ലാം തന്നെയാണ് ഈ പരിപാടികളൊക്കെ വിജയിക്കാൻ കാരണമാവുന്നത്. 2025-26 അധ്യയന വർഷം നമ്മളെ ഈ വിദ്യാലയത്തിൽ പുത്തനായിട്ട് കടന്നു വന്നത്, പുതുതായിട്ട് പ്രവേശനം ലഭിച്ചത് 170ഓളം 1ാം ക്ലാസ്സിലെ കുട്ടികളും അതുപോലെ തന്നെ നമ്മുടെ പിഞ്ചു കുട്ടികളായ നഴ്സറിയിൽ അഡ്മിഷൻ നേടിയത് 100ൽ പരം കുട്ടികളുമാണ്. അങ്ങനെ മൊത്തം ഒരു 280ഓളം അതർ അഡ്മിഷൻ അടക്കം ഏകദേശം 300ഓളം കുട്ടികൾ പുതുതായി നമ്മുടെ വിദ്യാലയത്തിൽ പ്രവേശനം നേടിയവരാണ്. നമ്മൾ എല്ലാ വർഷവും വ്യത്യസ്തമായ പരിപാടികൾ കൊണ്ടുവരാനാണ് ശ്രമിക്കുക. നമ്മൾ കേരളത്തിലെ ഏറ്റവും തന്നെ കൂടുതൽ കുട്ടികൾ പഠിക്കുന്ന പ്രൈമറി സ്കൂളാണ് നമ്മുടെ സ്കൂൾ. അപ്പൊ എല്ലാ വർഷവും പ്രവേശനോത്സവത്തിന് വ്യത്യസ്തമായ പല പരിപാടികളാണ് ഞങ്ങൾ സംഘടിപ്പിക്കാറ്. ഏതായാലും വളരെ മനോഹരമായിട്ടുള്ള ഒരു ദിവസത്തിലൂടെയാണ് ഇന്ന് കടന്നു പോയിട്ടുള്ളത്. കലാലയ ജീവിതത്തിലെ പഴയ കാല ഓർമ്മകളെല്ലാം ഹൃദയത്തിൽ തട്ടി കളിക്കുന്ന രൂപത്തിലുള്ള വളരെ മനോഹരമായ ഒരു ദിവസം. കാരണം കഴിഞ്ഞ മാസം 15-ാം തീയതി ഗൾഫിലേക്ക് പോകാനിരിക്കെ ഈ ഒരു പരിപാടി മാത്രം ഉദ്ദേശിച്ച് റീഎൻട്രി ടിക്കറ്റിൽ എക്സ്റ്റെൻഡ് ചെയ്ത് ഈ ഒരു പരിപാടിക്ക് വേണ്ടി മാത്രം കാത്തു നിന്ന ഒരു പാവം പ്രവാസിയാണ് ഞാൻ.